കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് സംഘർഷഭരിതമാകുന്ന കാഴ്ച. കറുത്ത വസ്ത്രമണിഞ്ഞ് കരിങ്കൊടി ഉയർത്തിപ്പിടിച്ച് കറുത്ത ബലൂണുകൾ വീശി കൂടിയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസ് SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ അടക്കം കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു. കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അത്രയധികം വിദ്യാർത്ഥി സമൂഹം പരീക്ഷാ ഭവന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. മാർച്ച് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നു. ഏത് രീതിയിലാണ് പോലീസിന് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാവുക? എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ പോലീസിന് നേരിടാനാവുക എന്നതൊരു ചോദ്യം ബാക്കിയായി നിൽക്കുകയും ചെയ്യുമ്പോൾ, അനീഷ്, നേരത്തെ ഗവർണർക്ക് പിന്തുണയുമായി BJP പ്രവർത്തകർ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഒരു വശത്ത് നടക്കുമ്പോൾ ഇത്രയും വലിയ വിദ്യാർത്ഥി കൂട്ടം തന്നെ ഒരു വശത്തുണ്ട്. മറുവശത്ത് ആ രീതിയിലുള്ള ഏതെങ്കിലും ഒരു പങ്കാളിത്തമുണ്ടോ? പോലീസ് അത് കണക്കിലെടുക്കുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും സാധ്യത? തീർച്ചയായും പോലീസുകാർ നേരത്തെ തന്നെ കണക്കിലെടുക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ആദ്യത്തെ 2 ദിവസവും 600 പോലീസുകാരാണ് ഇവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ഏതാണ്ട് 2000-ലധികം പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിക്കുണ്ട്. ആ എണ്ണം തന്നെ മനസ്സിലാവും. ഒരു വിദ്യാർത്ഥിക്ക് 2 പോലീസുകാർ എന്ന കണക്കിൽ പോലും കണക്കാക്കിയാൽ അതിലുള്ള പോലീസുകാർ ഇവിടെ ഉണ്ട്. പക്ഷേ ടീം പ്ലാനൊക്കെ SFIക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ആദ്യം ഒരു ലക്ഷം പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ മറികടന്ന് പുറത്തെത്തിയപ്പോൾ അവർ അറസ്റ്റ് ചെയ്ത് സ്ഥലത്തുനിന്നും നീക്കി. എന്നാൽ വീണ്ടും ക്യാമ്പസിൽ വിവിധ ഇടങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രവർത്തകർ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന മുറയ്ക്ക് ഇങ്ങോട്ട് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇനിയും എത്താൻ സാധ്യതയുണ്ട്. പക്ഷേ SKDക്ക് ഒരു വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കോ ഒരു ഭീകരമായ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എഴുതുമെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം SFI സമരം നടത്തിയപ്പോഴേക്കും കുറച്ച് മൃദുവായ നിലപാട് സമീപനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വിമർശന വിധേയമായി വരികയും ചെയ്തു. കാരണം കേസുകാർ ഉയർപ്പെട്ട് പ്രതിഷേധം നടത്തുമ്പോൾ അവർക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് അല്ലെങ്കിൽ ബുക്ക് തിരുത്തി ആക്രമണം നടത്തുന്ന മറുഭാഗത്തുള്ളവരും പോലീസുകാരും ഉള്ളപ്പോൾ ഇവിടെ കുറച്ചുകൂടി മയമായ രീതിയിലാണ് SFI സംഘർഷത്തെ അല്ലെങ്കിൽ SFIയുടെ പ്രക്ഷോഭത്തെ നേരിടുന്നതെന്ന ഒരു വിമർശനം ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും ഒരു വലിയ ആക്രമണം ഈ പ്രക്ഷോഭത്തിന് നേരെ ഉണ്ടാവില്ല എന്നൊരു കണക്കുകൂട്ടുന്നത്. നിലവിലും ബാരിക്കേഡുകൾ ഭേദിക്കാനുള്ള SFIയുടെ ശ്രമങ്ങൾ തുടരും. കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ തന്നെ മതിൽ ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോയിരിക്കുന്നു. പോലീസുകാരുടെ ഓടിപ്പോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അവർ ഊടുവഴികളിൽ കൂടെ അവർക്ക് സ്ഥിരപരിചിതമായ ഇടമാണ് ഈ ക്യാമ്പസ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ കഴിയുമെന്നാണ് പോലീസുകാരുമായി ഏറ്റുമുട്ടൽ നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. മതിൽ ചാടിക്കടന്ന പോലീസുകാരും പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടുന്നു. 2-3 പ്രവർത്തകർ മതിൽ ചാടി ഒരു ഊടുവഴിയിൽ കയറി ചിത്രത്തേക്ക് കാണാനുള്ള ശ്രമമാണ് നടത്തിയത്. അതും പിടിക്കപ്പെട്ടിരിക്കുന്നു. ചാവേറുകൾ പോലെ അവർ കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റി കയ്യിൽ കെട്ടുമായി നടക്കുന്ന ഒരു പ്രവർത്തകനാണ്. പോലീസുകാർ അവർക്ക് അടി നൽകിയ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേട്ടിക്കൊണ്ടത്. കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിന് പരിക്ക് പറ്റിയ ഒരു വിദ്യാർത്ഥിയാണ്. പോലീസുകാരെ അവിടുന്ന് പിടിച്ചു കയറ്റുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്ന. വലിയ ഒരു പ്രതിരോധം അയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംഘർഷത്തിൽ പരിക്കേറ്റ് കെട്ടുമായാണ് ആ പ്രവർത്തകൻ ഇന്ന് വീണ്ടും ഈ സമരസ്ഥലത്തേക്ക് എത്തിയത്. ആ ശ്രമം ഒടുവിൽ പോലീസ് പരാജയപ്പെട്ടിരിക്കുന്നു. അയാളെയും കൃത്യമായി വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ പല വഴികളിൽ കൂടി മറികടന്ന് ഇവിടേക്ക് വരും. കാരണം അവർക്ക് പരിചിതമായ സ്ഥലമാണ്. ഊടുവഴികൾ അറിയാം. കാട്ടിൻകൂടിയും മറ്റുമൊക്കെ കടന്നാൽ ഗസ്റ്റ് ഹൗസിന്റെ സമീപപ്രദേശങ്ങളിലേക്ക് വരാനുള്ള വഴികൾ അവർക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ഇത്തരം ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഒരു വലിയ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. മറുവശത്ത് മുദ്രാവാക്യ വിളികളുമായി കറുത്ത ബലൂണുകളുമായി സംഘടിച്ചിരിക്കുന്നവർ ഏത് നിമിഷവും ഈ ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഘർഷത്തിനുള്ള സാധ്യതകൾ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് തുടരുന്നു. മറുവശത്ത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിരോധവും അർത്ഥത്തിൽ ഒരു ഉരുമ്പ് പോലും കടക്കാനാവാത്ത വിധം ഭദ്രമാക്കിയാണ് അവർ ഗസ്റ്റ് ഹൗസ് പരിസരം തിരിച്ചിരിക്കുന്നത്. ഈ സെമിനാർ നടക്കുന്ന ഹാളിലേക്കോ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്കോ ഒറ്റ പ്രവർത്തകൻ പോലും എത്തില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഭഗീരഥ പ്രയത്നമാണ് ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തനിക്ക് ആരുടെയും സുരക്ഷ വേണ്ട എന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ പറയുമ്പോൾ അതെല്ലാം
ഇരു വിഭാഗത്തിനും പരിക്കില്ലാത്ത വിധം ഈ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യമായി മുന്നിലുള്ളത്. അതുകൊണ്ട് പുറത്തേക്കെത്തുന്ന ബാരിക്കേഡിലേക്ക് ചുറ്റത്ത് വശത്തേക്കെത്തുന്ന പ്രവർത്തകരെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. നിലവിൽ വീണ്ടും സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുന്നു. ഒരു വശത്ത് ഉപരാഗം വിളിച്ച് പ്രവർത്തനം മറുവശത്ത് വലിയ പോലീസ് സന്നാഹവും നിലനിർത്തിയിരിക്കുന്നു. അനീഷ്, അപ്പോഴും അനീഷ് പറയുന്നത് പോലെ പോലീസ് സ്വീകരിക്കുന്ന നിലപാട് അതൊരു മയപ്പെട്ട നിലപാട്. ഇത്രയും വലിയ വിദ്യാർത്ഥി സമൂഹം പ്രതിഷേധവുമായി എത്തുമ്പോഴും ഏതെങ്കിലും രീതിയിലുള്ള ഒരു കടുത്ത നടപടിയിലേക്ക്, സാധാരണ സമരങ്ങളെ നേരിടുന്ന ഒരു കണ്ണീർവാതമോ ജലപീരങ്കിയോ പോലുള്ള നടപടികളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. പക്ഷെ നേരത്തെ പോലീസ് ലാത്തി വീശുകയുണ്ടായി. ആ സമയത്ത് സംഘർഷ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയി. അല്ലാത്ത പക്ഷത്തോളം വിദ്യാർത്ഥി സമരക്കാരോട് പോലീസ് മയപ്പെട്ട ഒരു സമീപനത്തിലേക്ക് കടക്കുന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനോട് SFI സഹകരിക്കുകയും ചെയ്യുന്നു പൂർണ്ണമായി, അതാണോ മനസ്സിലാക്കേണ്ടത് അവിടെ നിന്ന്? ആദ്യ ദിവസ നടപടികളുമായി നോക്കുമ്പോൾ പൂർണ്ണമായും മയപ്പെട്ട ഒരു നിലപാടുകൾ സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പല വിദ്യാർത്ഥികളെയും നന്നായി മർദ്ദിച്ച് തന്നെയാണ് അകത്തോട്ട് കയറ്റുന്നത്. അല്ലെങ്കിൽ നിലത്ത് വീണത്തെ കിടക്കുന്ന വിദ്യാർത്ഥികളെ അടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അല്പസമയം മുമ്പ് കാണാൻ കഴിഞ്ഞു. വാഹനത്തിനുള്ളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ നല്ല രീതിയിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ അത്ര അനായാസമായ അല്ലെങ്കിൽ ഒരു അർജിക്കും തന്നെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമല്ല. കുറച്ചുകൂടി അദൃശ്യമായ, കുറച്ചുകൂടി ഇരുപക്ഷത്തും ബാക്കിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. മറുവശത്ത് അവർ സമാധാനപരമായി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരെ കൂട്ടത്തോടെ അടിച്ചു മാറ്റുന്നതിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ കാരണം പെൺകുട്ടികളുടെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും നന്നായത്. ഒരുപാട് പെൺകുട്ടികൾ, എണ്ണത്തിലേതാണ്ട് പകുതിയോടെ വരുന്നത് പെൺകുട്ടികളാണ്. അവിടെ ഒരു പോലീസ് ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഈ ചുറ്റും തിരക്കിലൊക്കെ ഉണ്ടായി മറുവശത്തേക്കും ഇടവശത്തേക്കും ഒക്കെ ഓടി വന്നാൽ വലിയൊരു അത്യാവശ്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസുകാർ തന്നെയാണ് പറഞ്ഞത്. കാരണം ഈ സമരം ആരംഭിച്ച് അവരെ മാറ്റാനുള്ള ശ്രമം നടത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരു ലാത്തിചാർജിനുള്ള ഒരുക്കം നടത്തിയപ്പോൾ ഈ കുട്ടികൾ കൈകാലുകൾ പിണച്ച് റോഡിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്തരമൊരു ഇടത്തേക്ക് ഒരു ലാത്തിചാർജ് നടന്നാൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യം വീഴും. അതുകൊണ്ട് ഓരോരുത്തരെയായി പുറത്തിയെടുത്ത് മാറ്റുക സ്ഥലത്ത് നിന്നും എന്ന ഒരു തന്ത്രം മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് പോലീസുകാർ പറഞ്ഞു. മൃഗഭാവമൊന്നും ആയിരുന്നില്ല ആ സമരത്തോടും തങ്ങൾ ചെയ്തിരുന്നതെന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥർ, മേലധികാരികൾ അല്ലെങ്കിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞത്. കാരണം അവരുമായി നേരത്തെ ധാരണ ഉണ്ടായിരുന്നു. അതോടൊപ്പം നിമിത്ത് ഈ പ്രതിഷേധം നടത്തിയ ശേഷം അറസ്റ്റ്